ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. വീണ്ടും എൻ്റെ ഒരു അനുഭവം പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ഞാൻ ഇന്ത്യയിലെ നോർത്ത് ഈസ്റ്റിലുള്ള പല സംസ്ഥാനങ്ങളിലും വൈദികരെയും കന്യാസ്ത്രീകളെയും ധ്യാനിപ്പിക്കാൻ പോയിട്ടുണ്ട്. ആസാം, മേഘാലയ, മണിപ്പൂർ, നാഗാലാൻഡ്, ഇത്രയാണ് എൻ്റെ ഓർമ്മയിലുള്ളത്. അപ്പോൾ അവിടെ പോകുമ്പോൾ കുറേ വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പോൾ അവിടെയൊക്കെ പോകുമ്പോൾ ചെറിയ ഒരു പ്രശ്നമുണ്ട്. അവിടെ ഇങ്ങനെ ഗോത്രങ്ങൾ തമ്മിൽ ചെറിയ പ്രശ്നങ്ങളുണ്ട്. പിന്നെ തീവ്രവാദ ഗ്രൂപ്പുകളുണ്ട്. മതതീവ്രവാദമല്ല എങ്കിൽ പോലും അങ്ങനെയുള്ള തീവ്രവാദ ഗ്രൂപ്പുകളുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ പോകുമ്പോൾ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ അപ്പോൾ അവർ പറയും, നമുക്കൊരു മുൻകരുതൽ നൽകും. എങ്ങാനും ആരെങ്കിലും പേടിക്കൊന്നും വേണ്ട, എന്നാലും ആരെങ്കിലും തട്ടിക്കൊണ്ട് പോവുകയോ അല്ലെങ്കിൽ ഇങ്ങനത്തെയുള്ള ഗ്രൂപ്പുകൾ തോക്കൊക്കെ ആയിട്ടാണ് വരിക, അവർ ജീപ്പിലൊക്കെ വരിക. അങ്ങനെ നിങ്ങളെ അച്ഛനെ എങ്ങനും തട്ടിക്കൊണ്ട് പോകുമോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്താൽ അച്ഛനൊറ്റ കാര്യം പറഞ്ഞാൽ മതി, സലേഷൻ അച്ഛനാന്ന് പറഞ്ഞാൽ മതി. സലേഷൻ അച്ഛനാന്ന് പറഞ്ഞാൽ ഒരൊറ്റ ആളും അച്ഛൻ ഉപദ്രവിക്കില്ല. അച്ഛൻ എവിടെയാണോ എത്തേണ്ടത് അവിടെ കൊണ്ടാക്കും. സലേഷൻ എന്ന് പറയുന്നത് ഡോൺ ബോസ്കോ വൈദികരാണ് ഉദ്ദേശിക്കുന്നത്. ഈ നോർത്ത് ഈസ്റ്റിൽ ക്രിസ്തുധർമ്മത്തെ ഇത്രമാത്രം ശക്തമാക്കുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ച ഒരു കോൺഗ്രിഗേഷനാണ്, സന്യാസ വൈദികരുടെ കോൺഗ്രിഗേഷനാണ് സലേഷ്യൻസ്. വിശുദ്ധ ജോൺ ബോസ്കോയുടെ സലേഷ്യൻസ്. ഈ ഗവൺമെൻറ്, സർക്കാരുകൾ ഈ ജനങ്ങളെ വേണ്ടത്ര നോക്കാതിരുന്ന കാലത്തും ഇപ്പോഴും അവർക്ക് വേണ്ട, ജീവിക്കാൻ വേണ്ട സംഗതികളെല്ലാം എത്തിച്ചു കൊടുത്തതും ഈ സലേഷൻ വൈദികരും സലേഷൻ സിസ്റ്റേഴ്സും ഒക്കെയാണ്. അതുകൊണ്ട് എല്ലാ സിസ്റ്റേഴ്സും എല്ലാ അച്ഛന്മാരും അവിടെ സലേഷനാണ്. രൂപത വൈദികരും സലേഷൻ എന്നാണ് അറിയപ്പെടുന്നത്. സലേഷൻ എന്ന് പറഞ്ഞാൽ അവർക്ക് എല്ലാ തരത്തിലുമുള്ള സംരക്ഷണം കൊടുത്ത, ഭൗതികവും ആധ്യാത്മികമായ സംരക്ഷണം കൊടുത്ത കത്തോലിക്കർ എന്നാണ് അർത്ഥം. അതുകൊണ്ട് സിസ്റ്റേഴ്സ് ആണെങ്കിലും അൽമായരാണെങ്കിലും അച്ഛന്മാരാണെങ്കിലും എല്ലാവരും അവിടെ സലേഷൻ എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു, ഒരു ഇറ്റലി കിടന്ന ഒരു വൈദികൻ എങ്ങനെയാണ് ഇന്ത്യയിൽ ഇത്രമാത്രം ജനങ്ങൾക്ക് സംരക്ഷണം കൊടുക്കുന്ന, ഭൗതികവും ആധ്യാത്മികവുമായ സംരക്ഷണം കൊടുക്കുന്ന ഒരു പ്രസ്ഥാനത്തിലെ അത് രൂപപ്പെടുത്തി. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, സിമ്പിൾ എന്ന വാക്ക് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു, വിശ്വാസത്തെ, ഓരോ വിശ്വാസികളുടെയും വിശ്വാസം കൊണ്ട് സഭയുടെ വിശ്വാസത്തെ വ്യാപകമാക്കണം, വിശാലമാക്കണം. അങ്ങനെ ആക്കിയ ഒരാളാണ് വിശുദ്ധ ജോൺ ബോസ്കോ. അദ്ദേഹത്തിൻ്റെ തിരുനാളാണ് ജനുവരി 31. കഠിനമായ ദാരിദ്ര്യമായിരുന്നു അവൻ്റെ ജനിച്ചപ്പോൾ. അമ്മയെ സഹായിക്കാൻ എന്തെങ്കിലും പണിക്ക് പോകണമെന്ന് ഈ ബാലൻ ജോൺ ബോസ്കോ തീരുമാനിച്ചു. കിട്ടിയ പണി ആടുമാടുകളെ മേയ്ക്കലാണ്. ആ സമയത്താണ് പള്ളിയിലെ വികാരിയച്ഛനെ പരിചയപ്പെടുന്നത്. പള്ളിയിലെ വികാരിയച്ഛനെ കണ്ടപ്പോൾ വൈദികനാകണം എന്ന ചിന്ത ഈ ബാലൻ്റെ മനസ്സിൽ മുളയെടുത്തു. വീട്ടിൽ വന്ന ചേട്ടന്മാരോടും അമ്മയോടും എനിക്ക് വൈദികനാകണം എന്ന ആഗ്രഹം പറഞ്ഞു. ചേട്ടൻ അത് കേട്ട് കലി തുള്ളി പറഞ്ഞു, ഓരോരോ വ്യാമോഹങ്ങളുമായി വന്നിരിക്കുന്നു നാണം കെടുത്താൻ. നീ ഞങ്ങളെപ്പോലെ കർഷക കുടുംബത്തിൽ ജനിച്ചവനല്ലേ, നിനക്കെങ്ങനെ അച്ഛനാകാൻ പറ്റും? അക്കാലത്തെ കുലീന കുടുംബങ്ങളിൽ നിന്നും പ്രഭു കുടുംബങ്ങളിൽ നിന്നും മാത്രമേ വൈദികരെ തിരഞ്ഞെടുക്കൂ എന്നൊരു ചിന്ത സമൂഹത്തിലുണ്ടായിരുന്നു. അതിൻ്റെ വെളിച്ചത്തിലാണ് ഈ ചേട്ടൻ ഇങ്ങനെ പറഞ്ഞത്. പിന്നെ ചേട്ടനും അനിയനും എന്നും വഴക്കായി. ചേട്ടനായ അന്റോണിയോയുടെ ചണ്ടകൾ സഹിക്കാനാവാതെ ആ ബാലൻ 12-ാം വയസ്സിൽ വീട് വിട്ടിറങ്ങി. ആ ബാലനാണ് ജോൺ ബോസ്കോ. ജോലി തേടി അലഞ്ഞു ജോൺ. ലൂയിസ് മോംഗ്ലിയായുടെ വീഞ്ഞുൽപാദന കേന്ദ്രത്തിലാണ് ഒരു പണി കിട്ടിയത്. 1830 ജോസഫ് കഫാസോ എന്ന യുവ പുരോഹിതനെ കണ്ടുമുട്ടി. അദ്ദേഹം ജോണിനെ സ്കൂളിൽ ചേർത്തു. 1835 ജോൺ സെമിനാരിയിൽ ചേർന്നു. 1841 പരിശുദ്ധ തൃത്വത്തിൻ്റെ തിരുനാൾ ദിവസം ടൂരണിലെ മെത്രാപ്പൊലീത്ത ജോണിനെ പുരോഹിതനായി അഭിഷേകം ചെയ്തു. അക്കാലത്ത് ടൂരണിൽ 1,17,000 ആളുകൾ താമസിച്ചിരുന്നു. നല്ല ജീവിതം തേടി പട്ടണത്തിലെത്തിയ പലരും ജീവിച്ചത് ചേരികളിലാണ്, നമ്മൾ ബോംബെയിൽ കാണുന്നത് പോലെ. ജയിൽ സന്ദർശിച്ചപ്പോൾ യുവവൈദികൻ ഞെട്ടിപ്പോയി. 12-18 വയസ്സുള്ള കൗമാരപ്രായക്കാർ കാരാഗൃഹത്തിൽ, കുറ്റവാളികൾ. അവർ ജയിലിലെത്തുന്നത് തടയാനുള്ള മാർഗങ്ങൾ അന്വേഷിച്ചു ഈ ജോൺ ബോസ്കോ. പള്ളിയിലെ മതബോധനം പോരാ എന്നും ജനങ്ങളെ തൻ്റെ സ്ഥലത്ത് പോയി കാണണമെന്നും ജോൺ ബോസ്കോ തീരുമാനിച്ചു. ആകാശപ്പറവുകളായ തെരുവ് മക്കളുടെ പുനരധിവാസം തുടങ്ങിയ സംഗതികൾ ഈ അടുത്ത കാലത്താണ് നമ്മുടെ നാട്ടിൽ പ്രചാരത്തിലായത്. എന്നാൽ 19-ാം ശതകത്തിൽ ഈ രീതി പ്രയോഗത്തിൽ വരുത്തിയ മഹാനാണ് ജോൺ ബോസ്കോ. കുറ്റവാളികളെ നേർവഴിയിൽ നടത്താൻ സ്നേഹമാണ് ശിക്ഷണം, ശിക്ഷ കൊടുക്കുന്നതല്ല എന്ന് വിശ്വസിച്ച മനുഷ്യസ്നേഹി. ഇതിനെയാണ് ഇപ്പോൾ സലേഷൻ രീതി എന്ന് വിശേഷിപ്പിക്കുന്നത്. എനിക്ക് പരിചയമുള്ള, എന്നെ യൂറോപ്പിലേക്ക് ക്ഷണിച്ച വൈദികരുള്ള ഒരാൾ, റഫാവ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. റാഫേൽ, നമ്മുടെ നാട്ടിൽ റാഫേൽ എന്ന് പറയുന്നതാണ് റഫാവു. അദ്ദേഹം
ചിലർ പറയും അങ്ങനൊരു ഭ്രാന്താണെന്ന്. ശരിക്കും തോന്നും. അതായത് ആളുകൾ പള്ളി വരുന്നേക്കാൾ കൂടുതൽ ഷോപ്പിംഗ് മോളിലും ചന്തയിലൊക്കെയാണ് പോകുന്നത്. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യുന്നോ, കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കണ്ടിട്ടുണ്ടത്, ഒരു കാരവൻ പോലെ. അതിൻ്റെ ഡോറ് തുറന്നാൽ അകത്ത് കുമ്പസാരക്കൂടാണ്. കുമ്പസാരക്കൂട്. അച്ഛൻ ഈ വണ്ടി ഓടിച്ച് ചന്തയിൽ ചെല്ലും. എന്നിട്ട് ഈ കുമ്പസാരക്കൂട് ഈ കാരവൻ തുറന്നിടും. കാരവൻ തുറന്നിടുമ്പോൾ കുമ്പസാരക്കൂട് കാണാം. എന്നിട്ട് അച്ഛൻ കുമ്പസാരക്കൂട്ടിലിരിക്കും. ചന്തസ്ഥലത്ത്, അങ്ങാടിയിൽ, ഷോപ്പിംഗ് മോളിന് മുമ്പിൽ. ആളുകൾക്ക് പള്ളി വരാൻ മടി, കുമ്പസാരിക്കാൻ മടി. അപ്പോൾ അച്ഛൻ എന്ത് ചെയ്തു, ഈ റഫാവ് എന്ന് പറഞ്ഞ അച്ഛൻ വണ്ടിയിൽ കുമ്പസാരക്കൂടുമായിട്ട് ചന്തയിൽ ചെന്നിരിക്കുകയാണ്. ഇപ്പോൾ അദ്ദേഹമാണ് എന്നെ ആദ്യമായിട്ട് പോളണ്ടിലേക്ക് ക്ഷണിച്ചത്. 4 അച്ഛന്മാരാണ് എന്നെ ക്ഷണിച്ചത്. 2009 കാര്യം ഞാൻ പറയണേ. അദ്ദേഹം ഇപ്പോഴും ഈ രീതി അവലംബിക്കുന്നുണ്ട്. ഒരു കാരവൻ പോലെ സംഗതിയിൽ ഒരു കുമ്പസാരക്കൂടുമായിട്ട് ജനങ്ങളിലേക്ക് ഇറങ്ങുക. പള്ളി ജനങ്ങളിലേക്ക് പോകുന്നതും നല്ല കാര്യമാണ്. അങ്ങനെ കുമ്പസാരിച്ച ആൾക്കാർ പിന്നത്തെ ഞായറാഴ്ച പള്ളിയിൽ വരും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ ഈ ജനത്തിന് ഇരിക്കാൻ പറ്റില്ല. അത്രമാത്രം ആളുകളാണ്. അദ്ദേഹം ഞാൻ ആ പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ടുണ്ട്. സ്റ്റേഡിയത്തിലൊരു പ്രോഗ്രാം വെച്ചു യുവാക്കൾക്ക്, ഈ അച്ഛൻ്റെ നേതൃത്വത്തിൽ. 40,000 യുവാക്കളാണ് വന്നിരുന്നത് വാർസോയിൽ സെൻട്രൽ സ്റ്റേഡിയത്തിൽ. അതിലൊരു കോൺഫറൻസ് ഞാനാണ് നടത്തിയത്. 40 മിനിറ്റ് എനിക്ക്, 40 മിനിറ്റ്, 20 മിനിറ്റ് തർജ്ജമയ്ക്കും 20 മിനിറ്റ് എനിക്കും, അങ്ങനെ 40 മിനിറ്റ്. മറ്റെല്ലാവർക്കും 20 മിനിറ്റാണ്, എനിക്ക് 40 മിനിറ്റ്. ഈ വാർസോയിലുള്ള സ്റ്റേഡിയത്തിൽ 40,000 യുവാക്കളാണ് ഈ അച്ഛൻ്റെ ആഹ്വാനം കേട്ട് കർത്താവിന് വേണ്ടി വന്നത്. ഏത് വർഷം ഞാൻ ഓർക്കുന്നില്ല, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ കർത്താവിന് വേണ്ടി ഒരല്പം ഭ്രാന്ത് നല്ലതാണ്. കർത്താവിന് ഭ്രാന്താണെന്ന് നാട്ടുകാർ പറഞ്ഞിട്ടുണ്ട്. പൗലോസിലേക്ക് ഭ്രാന്താണെന്ന് ജഡ്ജി തന്നെ പറഞ്ഞിട്ടുണ്ട്. നമുക്കൊരല്പം ഭ്രാന്ത്, കർത്താവിന് വേണ്ടിയും കർത്താവിന് സഭയ്ക്കും വേണ്ടിയും ഒരല്പം ഭ്രാന്ത്, സ്നേഹത്തിൻ്റെ ഭ്രാന്ത് നല്ലതാണ്. വിശുദ്ധരാകാനുള്ള വഴി അതാണ്. അങ്ങനെ ആയിരിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.